TPC മാത്തമാറ്റിക്സ് നമ്പർ സിസ്റ്റം പാർട്ട് 5-ലെ ഡിവിസിബിലിറ്റീൻ്റെ പ്രോബ്ലത്തിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിവിസിബിലിറ്റി ഓഫ് 2 to up to 19 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഡിവിസിബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതുമായി ഡിവിസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് എക്സാംസിന് ചോദിച്ചിട്ടുള്ള കുറച്ച് സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ക്രാക്ക് Rrb Ntpcയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് സ്മോളസ്റ്റ് നമ്പർ ഷുഡ് ബി ആഡഡ് ടു 4456 സോ ദാറ്റ് ദ സം ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 6. ഏത് ചെറിയ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ സം ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 6 ആവുകയെന്ന് നമ്മളോട് ചോദിക്കുന്നത്. നമുക്ക് ഓപ്ഷൻ തന്നിട്ടുള്ളത് 4321 ആണ് നമുക്ക് അതിൻ്റെ ഓപ്ഷൻ. 6ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ നമുക്കറിയാം. അതാണ് നമുക്ക് 6ൻ്റെ ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് 2 into 3, അതായത് 2നെ കൊണ്ടും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കണം, 3നെ കൊണ്ടും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നില്ല നമ്പർ 4456 ആണ്. അതിൻ്റെ കൂടെ 4 ആഡ് ചെയ്ത് എന്തായി 4460 ആയി. ഇനി 4460 2നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ? 0 ആയതുകൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അതുപോലെ 3ൻ്റെ ആണെങ്കിൽ ആഡ് ചെയ്യണം. 4 + 4 8 + 6 14 + 0 14 ആണ്. 14 എന്ന് പറയുന്നത് 3നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ? അല്ല. അപ്പോൾ നമുക്ക് പറയാം 4 അല്ല ആൻസർ. നെക്സ്റ്റ് എന്താണ്, 3 ആഡ് ചെയ്യുക. അപ്പോൾ എന്തായി 4459 കിട്ടും. അതിനകത്ത് ഇവിടെ 9 വന്നതുകൊണ്ട് എന്തായി 2നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല. അപ്പോൾ ഇത് നോക്കേണ്ട ആവശ്യമില്ല, ഇതും വേണ്ട. അടുത്തത് 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 58 വന്നു. അപ്പോൾ 8 നിന്ന് 2 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. ഇനി അടുത്തത് 3ൻ്റെ നോക്കണം. 2ൻ്റെ കംപ്ലീറ്റ് ആയി. അടുത്ത 3ൻ്റെ നോക്കാൻ വേണ്ടിയിട്ട് 4 + 4 + 5 + 8. അപ്പോൾ 4 + 4 എന്ന് പറയുന്നത് 8 8 16 16 + 5 21 എന്ന് പറയുന്നത് 3നെ കൊണ്ട് കംപ്ലീറ്റ് ഡിവിസിബിൾ ആണ്. അപ്പോൾ ഈ നമ്പർ 2 ആവാൻ ചാൻസ് ഉണ്ട്. ഒന്നും കൂടി നോക്കാം. 4457 വരും. അപ്പോൾ 7 വന്നാൽ 2നെ കൊണ്ട് കംപ്ലീറ്റ് അല്ല. അപ്പോൾ ഇതുമല്ല. ആൻസർ എന്ന് പറയുന്നത് 2. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമുക്ക് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 6 ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 2. ഈ പ്രോബ്ലം ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം 9250817 ഫൈൻഡ് ദ ഡിജിറ്റ് which can be put in the blank space so as to make the numbers divisible by 11. ഇവിടെ ഏത് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ നമ്പറിനെ 11നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം 11ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ നമുക്ക് ആദ്യം അറിയുന്നതാണ്. എന്താണ് ഇത്? ഓൾട്ടർനേറ്റീവ് ആൻഡ് ദെൻ സബ്ട്രാക്ട്. അപ്പോൾ ഇവിടെ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് 9 5 8 7. അടുത്തത് 2 0 1. പിന്നെ ഇവിടെ ഈ ഒരു എ എന്ന് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, 9 + 5 + 8 + 7. അതുപോലെ 2 + 0 + 1 + a അല്ലേ. ഇത് ചെയ്താൽ എത്ര ആൻസർ കിട്ടുക? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 29 ആയിരിക്കും. അതുപോലെ ഇവിടെ 3 + a അല്ലേ. ഇത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ എക്ക് ഓരോ വാല്യൂ ഇട്ട് കൊടുക്കാം. ആദ്യം 1 കൊടുത്താൽ നമുക്കിവിടെ എന്തായി 2 + 1 + 1 എത്രയായി 4. അപ്പോൾ 29 - 4 എത്രയാണ് 25. 25 എന്ന് പറയുന്നത് 11നെ കൊണ്ട് കംപ്ലീറ്റ് ഡിവിസിബിൾ ആണോ? അല്ല. അപ്പോൾ എക്ക് 1 കൊടുത്താൽ കിട്ടില്ല. ഇനി അടുത്തത് എക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്ര ആൻസർ കിട്ടുക? 2 കൊടുത്തു കഴിഞ്ഞാൽ 2 + 2 4 + 1 5 കിട്ടും. ഇനി 29 - 5 ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 24. 24 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡിവിസിബിൾ അല്ല 11നെ കൊണ്ട്, അതുകൊണ്ട് അതും അല്ല. അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം, 3 എന്ന വാല്യൂ കൊടുക്കുക. 3 കൊടുത്താൽ എത്ര? 3 + 2 5 + 1 6. ഇപ്പം 29 - 6 എന്ന് പറയുന്നത് 23. 23 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ലല്ലോ. അടുത്തത് എന്ത് ചെയ്യണം, 4 കൊടുക്കണം. 4 ആണ് ആൻസർ. നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടി. ഇനി 4 അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എന്തായി 4. അപ്പോൾ 4 + 2 6 + 1 7. 29 - 7 എത്രയാണ് 22 അല്ലേ, 22. 22 എന്ന് പറയുന്നത് 11ൻ്റെ ഡിവിസിബിൾ അല്ലേ? യെസ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 4. അടുത്ത പ്രോബ്ലം ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 33? തന്നിരിക്കുന്നതിൽ ഏത് നമ്പറാണ് 33നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ തന്നിട്ടുള്ള നമ്പർ 33ൻ്റെ ഡിവിസിബിലിറ്റി നമുക്കറിയാം. എന്താണ്
33 എന്ന് പറയുന്നത് എന്താണ്? 11 × 3 എന്ന് പറഞ്ഞാൽ നമുക്ക് 33 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 11ൻ്റെയും 3ൻ്റെയും ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യണം. ഇവിടുത്തെ നമ്പർ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് 3ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാം. 3 + 3. 3ൻ്റെ ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡിജിറ്റ്സ് നമ്മൾ ആഡ് ചെയ്യാം. 3 + 3 + 1 + 4 എത്രയാണ്? 3 3 6 4 10 11. 11 എന്ന് പറയുന്നത് 3നെ കൊണ്ട് ഡിവിസിബിൾ ആണോ? അപ്പോൾ അല്ല. അടുത്തത് 3 + 6 + 2 + 5. 6 + 3 9 + 2 11 + 5 16. 16 എന്ന് പറയുന്നത് 3നെ കൊണ്ട് ആണോ? കംപ്ലീറ്റ് ഡിവിസിബിൾ ആണോ? അല്ല. അടുത്തത് 4 + 3 + 1 + 8. 4 + 3 7 + 1 8 + 8 16. അത് കംപ്ലീറ്റ് ഡിവിസിബിൾ ആണോ? അല്ല. അപ്പോൾ ഇതും അല്ല ആൻസർ എന്ന് പറഞ്ഞാൽ ഡി ആയിരിക്കും. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാം. 4 + 2 + 9 + 0. 4 + 2 6 + 9 15. 15 എന്ന് പറയുന്നത് 3നെ കൊണ്ട് കംപ്ലീറ്റ് ഡിവിസിബിൾ ആണ് അല്ലേ? അതുപോലെ ഇത് 11ൻ്റെ ഡിവിസിബിലിറ്റി നോക്കാം. അതായത് 4 + അതായത് ഓൾട്ടർനേറ്റീവ്സ് 4 + 9 എന്ന് പറയുന്നത് 9 13 -2 + 0 എന്ന് പറയുന്നത് 2. 13 - 2 എന്ന് പറയുന്നത് 11. അപ്പോൾ ഈ നമ്പർ 11നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അപ്പോൾ ഈ നമ്പർ ആയിരിക്കും 4290 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് 4 digit which is exactly divisible by 27, 18, 12 and 15. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ നമ്പേഴ്സിൻ്റെ LCM കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് 3 = 540. ഇവിടെ നമുക്ക് LCM 540 കിട്ടി. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കറിയാം ലാർജസ്റ്റ് 4 digit നമ്പർ എന്ന് പറയുന്നത് 9999 9999 ആണ്. ഇനി ഈ 9999നെ നമ്മുടെ 540 നമ്മുടെ LCM കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഡിവൈഡഡ് ബൈ 540 which is equal to 279. നമുക്ക് റിമൈൻഡർ 279 കിട്ടി. റിമൈൻഡർ ഇവിടെ 279 കിട്ടി. ഇനി ലാർജസ്റ്റ് നമ്പറിൻ്റെ 4 digit നമ്പറിൽ നിന്ന് എന്ത് ചെയ്യുക? റിമൈൻഡർ നമുക്കിപ്പോൾ കിട്ടിയ റിമൈൻഡർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അതായത് ആദ്യം നമ്മൾ LCM കണ്ടുപിടിച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ലാർജസ്റ്റ് 4 digit നമ്പറിനെ ആ LCM കൊണ്ട് ഡിവൈഡ് ചെയ്തു. അത് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡർ ആ ലാർജസ്റ്റ് നമ്പറിൽ നിന്ന് മൈനസ് ചെയ്തു. ആ മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അപ്പോൾ 9 - 9 0, 9 - 7 2, 9 - 2 7 9. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 9720. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ലീസ്റ്റ് വാല്യൂ ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ ഡാഷ് in 231-231 so that the number become divisible by 9. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് 231-231 എന്ന് പറഞ്ഞ നമ്പറിന് ആ ഡാഷിൽ ഏത് ചെറിയ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ആ നമ്പർ 9നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവാമെന്നാണ് ചോദ്യം. ഇവിടുത്തെ ഓപ്ഷൻസ് 3 4 5 6 അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കറിയാം ഡിവിസിബിൾ 9 ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 9ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ അറിയാം. സം ഓഫ് സംസ് അല്ലേ? അപ്പോൾ ഇവിടെ സം എടുക്കുക. 2 + 3 + 1 + ഡാഷ് + 2 + 3 + 1. 2 + 3 എന്ന് പറയുന്നത് എത്രയാണ്? 5 + 1 6 6 + 2 8 + 3 11 + 1 12 12 + a 12 + a എന്ന് പറയുന്നത് കിട്ടുന്ന ആൻസർ 9നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അപ്പോൾ നമുക്ക് എക്ക് വാല്യൂ എടുക്കാം. 3 കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ്? 12 + 3 എന്ന് പറയുന്നത് 15. 15 9നെ കൊണ്ട് കംപ്ലീറ്റ് ഡിവിസിബിൾ ആണോ? അല്ല. അപ്പോൾ 3 അല്ല. നെക്സ്റ്റ് 4 കൊടുക്കാം. 12 + 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16. 16 9നെ കൊണ്ട് കംപ്ലീറ്റ് ഡിവിസിബിൾ ആണോ? നോ. അപ്പോൾ അതുമല്ല. അടുത്ത നമുക്ക് എക്ക് 5 വാല്യൂ എടുക്കാം. 12 + 5 എന്ന് പറഞ്ഞാൽ 17. 17 9നെ കൊണ്ട് കംപ്ലീറ്റ് ഡിവിസിബിൾ ആണോ? അല്ല. അപ്പോൾ 5 അല്ല. ഇനി 12 + 6 കൊടുക്കാം. 12 + 6 എന്ന് പറയുന്നത് 18. 18 എന്ന് പറയുന്നത് 9നെ കൊണ്ട് കംപ്ലീറ്റ് ഡിവിസിബിൾ ആണോ? യെസ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഈ ഒരു ചോദ്യമെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 461 + 462 + 463 ഏത് നമ്പറിനെ കൊണ്ടാണ് ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് കണ്ടുപിടിക്കാം? നമുക്കറിയാം ഇതിലെല്ലാം കോമൺ ആയിട്ട് എന്നാണ് ഉള്ളത്. നമുക്ക് 461 എന്ന് പറയുന്ന ടേം പുറത്തേക്ക് എടുക്കാം. അപ്പം ഇവിടെ എത്ര വരിക? 1 പ്ലസ് ഇവിടെ എത്ര വരിക? 461 പ്ലസ് 462
2. മനസ്സിലായാലും ഇതെങ്ങനെയാണ് 461 ഔട്ട്സൈഡ് എടുത്താൽ 1 + 4:1 + 4:2 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 4:61 ഇനി ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം, സിംപ്ലിഫൈ ചെയ്യാം. 1 + 4 + 16 എത്രയാണ്? 4:61 × 21 കിട്ടി അല്ലേ? 21 നമുക്കിവിടെ കിട്ടി. എന്ത് ചെയ്യണം, നമുക്ക് തന്നിട്ടുള്ള നമ്പറിൽ ഏത് നമ്പർ ഉപയോഗിച്ചാണ് 21 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നമുക്കറിയാം 11 കൊണ്ട് 21 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ 17 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് പറ്റും, 13 കൊണ്ട് പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഇവിടെ പറഞ്ഞത് 5:71 + 5:72 + 5:73. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ ചെയ്ത പോലെ 71 ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ എന്തായി, 1 + 5:1 or 5 + 5². നമ്മളിത് സിംപ്ലിഫൈ ചെയ്താൽ 5:71, 5 + 1 6, 6 + 25 31. ഇവിടെ ഏതെങ്കിലും 31 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാരണം 31 എന്ന് പറയുന്നത് ചെറിയ നമ്പർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി ഒരു ടേം കൂടി പുറത്തേക്ക് എടുക്കാം. അതായത് 5:70 × 5 × 31 ഇങ്ങനെ എഴുതി കൂടെ. അതായത് 5:70 × 5:1 എന്ന് പറഞ്ഞാൽ 5:71. അപ്പോൾ 5 × 31 എന്ന് പറയുന്നത് എത്രയാണ്? 155. അപ്പോൾ നമുക്കൊരു വലിയ നമ്പർ കിട്ടി, 155. അപ്പോൾ 155 ഇതിൻ്റെ അകത്ത് ഏതാണ് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? 155. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു പ്രാവശ്യം ഒന്നെടുത്ത് ചെയ്തപ്പോൾ ഇവിടെ 31 കിട്ടി. കാരണം 31 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല ഈ നമ്പറിനെ കൊണ്ട്. അപ്പോൾ അതിനെക്കൂടെ ഈ നമ്പറിനോട് അടുപ്പിച്ച നമ്പർ വേണം, വലുതായ ഒരു നമ്പർ വേണം. അതുകൊണ്ടാണ് നമ്മൾ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തത്. അപ്പോൾ ഇവിടെ 155 കിട്ടി. അപ്പോൾ 155 + C ആണ് ആൻസർ. ഡിവിസിബിലിറ്റി പ്രോബ്ലമായി ബന്ധപ്പെട്ട ഒരുവിധം ക്വസ്റ്റ്യൻസ് നമ്മളിപ്പം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാക്കുക, ചെയ്ത് നോക്കുക. നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിവിസിബിലിറ്റി എന്ന പാർട്ടിൽ എന്തായാലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാവരും ഈ 2 വീഡിയോ, ഡിവിസിബിലിറ്റിയുടെ ഈ പ്രോബ്ലത്തിൻ്റെയും ഫസ്റ്റ് ഡിവിസിബിലിറ്റി റൂളും ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കണ്ട് മനസ്സിലാക്കുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ്.